നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലോട്ട് എൻക്വയറി ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം, എനിക്കൊരുപാട് പ്രായമായി, ചിത്രകല പഠിക്കാനായിട്ട് പ്രായം തടസ്സമാണോ? അങ്ങനെ ചോദിച്ച ഭൂരിഭാഗം പേരും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ആർട്ട് പഠിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചിത്രകല പഠിക്കുന്നത് പ്രായമായിട്ടുള്ളവരാ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ടൈം ഉണ്ട് അല്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറെ മൂടി വെച്ചത് നിങ്ങൾക്ക് ഇപ്പൊ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ടൈം ഇല്ലെങ്കിലും നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുറെ ടെക്നിക്കൽ ടൈം ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കൊച്ചുകുട്ടിക്കും എത്രയും പ്രായമുള്ള ഒരാൾക്ക് പോലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ഒരാൾ ഹെൻറിസ് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രായമായിട്ടും ചിത്രകല പഠിക്കാൻ പറ്റുമോ ഓൺലൈനിലൂടെ എന്ന് ചോദിക്കുന്നവർക്കുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് ഈ രണ്ട് പിക്ചേഴ്സ്. നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് നമ്മുടെ ഡ്രോയിങ് കോഴ്സ് എടുത്ത് അതിനുശേഷം നമ്മുടെ പെയിന്റിംഗ് കോഴ്സ് എടുത്ത് അതിനുശേഷം ആദ്യം വരയ്ക്കുന്ന അക്രിലിക് പെയിന്റിംഗിൽ ആദ്യം വരയ്ക്കുന്ന ക്യാൻവാസിൽ ആദ്യമായിട്ട് വരയ്ക്കുന്ന ഫസ്റ്റ് പിക്ചർ ആണ് ഇത്. സെക്കൻഡ്. അപ്പോ എന്താ ഉത്തരം? പ്രായമായിട്ടുള്ള കാറ്റ് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ശശികല. എനിക്ക് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാനാവുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് 2 പ്രാവശ്യം ഓഫ്ലൈൻ കോഴ്സിന് പോയി ചേർന്നിട്ട് മടുത്തിട്ട് ഇറങ്ങി വന്നതാണ്. പിന്നെ എങ്ങനെ ഓൺലൈൻ പഠിക്കുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. എങ്കിലും വല്ലാത്തൊരാഗ്രഹമായിരുന്നു ചിത്രം വരച്ച് പഠിക്കണം എന്ന്, ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹം. അതുകൊണ്ട് ചേർന്നപ്പോഴാണ് മനസ്സിലായത് ഓൺലൈനായിട്ട് ഉറപ്പായിട്ടും ആഗ്രഹമുള്ള ആർക്കും നല്ല ചിത്രം വരയ്ക്കാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള കഴിഞ്ഞ നമ്മുടെ മീറ്റിന് ഞാൻ ഗ്രാഫൈറ്റും ചാർക്കോളും ഉപയോഗിച്ചാണ് വരച്ചത്. ഇപ്രാവശ്യം ഗോൾഡ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അക്രലിക്കിലാവാമെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് ട്രൈ ആണ്, പ്രാക്ടീസാണ്. ശരിക്കും പറഞ്ഞാൽ വായിച്ച് പഠിച്ച ശേഷം പ്രാക്ടീസ് ചെയ്താണ് ഇത് രണ്ടും. കൂടുതൽ നന്നായി വരയ്ക്കാനുള്ള ആഗ്രഹം പോലെ വരയ്ക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനുള്ള സാറിൻ്റെ മോട്ടിവേഷൻ. സാറിന് ഇത് തുടക്കത്തിൽ എനിക്ക് സാധിക്കില്ല പറഞ്ഞിട്ട് സാറിനോടൊരു സംശയം ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഞാനാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക പറഞ്ഞു. ആ ഒറ്റ ധൈര്യത്തിൽ തുടങ്ങിയതാണ്. സാറിൻ്റെ ആ ഒരു വാക്കുകളാണ് നമ്മളെ എല്ലാവരെയും വരയിപ്പിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സാറിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെ കൂട്ടായ്മയും സപ്പോർട്ടും സാറിൻ്റെ അനുഗ്രഹവും സാറിൻ്റെ നമ്മളോടുള്ള ആ ഒരു ആത്മാർത്ഥതയും നമ്മൾക്ക് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാനാവും. അതിന് സാറിന് പ്രത്യേകിച്ച് നന്ദി, ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ആർട്ട് പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് മറുപടിയാണ് ഇത്രയും മുതിർന്നവർ. ഇതല്ല, ഞങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ആർട്ട് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ ഇവരെല്ലാവരും ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചവരാണ്. അതൊരു ഇതാണ് അല്ലേ? നമ്മൾ ഈ ഒരു പ്രായത്തിൽ വരയ്ക്കുന്നുണ്ട്, ചിത്രകല പഠിക്കുന്നുണ്ട്, ഒരു സന്തോഷമാണ്, ഒരു ധൈര്യമാണ് അല്ലേ, അഭിമാനമാണ്.